കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച സജീവമായി തന്നെ തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി പദത്തിനായി പരസ്യമായി ചരടുവലികൾ മുറുകുകയാണ്. UDF അധികാരത്തിലെത്തിയാൽ ആരാകും അടുത്ത മുഖ്യമന്ത്രി എന്നതിനെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിനുള്ളിൽ പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോളിംഗ് അവസാനിച്ചതു മുതൽ തുടങ്ങിയ ചർച്ചകൾ ഇപ്പോൾ വിജയിക്കാൻ സാധ്യതയുള്ള MLA-മാരെ നേരിട്ട് സ്വാധീനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്രയും ഒരു മാസം അടുപ്പിച്ചായിട്ടും കോൺഗ്രസിന് ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പോലും തീരുമാനിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് എത്തുന്നത്. അപ്പോൾ കോൺഗ്രസ് വിജയിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരെ അനുകൂലിക്കുന്ന ക്യാമ്പുകളാണ് തങ്ങളുടെ നേതാക്കൾക്കായി അണിയറയിൽ സജീവമായി രംഗത്തുള്ളത്. ജയിച്ചു വരാൻ സാധ്യതയുള്ള MLA-മാരെ ഒപ്പം നിർത്താനായി പ്രമുഖ നേതാക്കളുടെ ക്യാമ്പുകൾ നേരിട്ട് അവരെ സമീപിക്കുന്നുണ്ട്. ഭാവിയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ പരമാവധി പേരുടെ പിന്തുണ ഉറപ്പാക്കുക എന്നതാണ് ഈ നീക്കത്തിന് പിന്നിൽ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരെ മുൻനിർത്തിയാണ് ചർച്ചകൾ ചൂടുപിടിക്കുന്നത്. ചർച്ചകൾ പരിധി വിടുന്നുവെന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. വിഷയത്തിൽ രാഹുൽ ഗാന്ധി കർശന നിലപാട് സ്വീകരിച്ചിട്ടും ഹൈക്കമാൻഡ് ശക്തമായ താക്കീത് നൽകിയിട്ടും വിവാദങ്ങൾക്ക് ശമനമില്ല. സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണങ്ങൾ കർശനമായി നിയന്ത്രിക്കാൻ KPCCക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരുന്നു. യോഗ്യത സംബന്ധിച്ച് നേതാക്കളുടെ അവകാശവാദവും സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള അണികളുടെ പോർവിളികളും അവസാനിപ്പിക്കണമെന്ന് രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകിയിട്ടും VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും വേണ്ടി ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും മാറി മാറി ഓരോ സ്ഥലത്തും പ്രത്യക്ഷപ്പെടുകയാണ്. അതിനിടെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകുന്നതിന് വേണ്ടി പാലക്കാട് ജില്ലയിലെ ഏമൂർ ഹേമാംബിക ക്ഷേത്രത്തിൽ കളഭം കൊണ്ടുള്ള തുലാഭാരം നടത്തിയ ചീട്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് തൃശൂർ മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CM അനിൽകുമാറാണ് KC വേണുഗോപാലിന്റെ ജന്മനക്ഷത്ര ദിനമായ രോഹിണി നാളിൽ വഴിപാട് നേർന്നത്. ഈ ക്ഷേത്രത്തിലെ കൈപ്പത്തി പ്രതിഷ്ഠയിൽ നിന്നുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നമായ കൈപ്പത്തി തിരഞ്ഞെടുത്തതെന്നും പറയപ്പെടുന്നുണ്ട്. ഇന്ദിരാഗാന്ധി ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ചർച്ചകൾക്ക് തനിക്ക് താല്പര്യമില്ല എന്നാണ് KC വേണുഗോപാലിന്റെ നിലപാട്. പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ്. സമൂഹ മാധ്യമത്തിൽ നേതാക്കളെ അനുകൂലിച്ചിരുന്ന പോസ്റ്റുകൾക്ക് താഴെ വ്യക്തിപരമായ വിമർശനങ്ങൾ വർദ്ധിച്ചതിന് പിന്നാലെ പൊതുജന മധ്യത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ച് വ്യക്തിപരമായ അധിക്ഷേപിക്കുന്ന തരത്തിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നു. അതായത് VD സതീശന്റെ നേതാക്കന്മാർ രമേശ് ചെന്നിത്തലയെ അധിക്ഷേപിക്കുന്നു. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് KC വേണുഗോപാലിനെ അധിക്ഷേപിക്കുന്നു. KC വേണുഗോപാലിന്റെ ടീം VD സതീശനെയും രമേശ് ചെന്നിത്തലയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അധിക്ഷേപപരമായ പരാമർശങ്ങൾ അപമാനിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിന് ഇത് വലിയ രീതിയിൽ നാണക്കേടാകുന്നു. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഈ എല്ലി കഷ്ണം കിട്ടിയതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്ന ഒരു അവസ്ഥയിലേക്ക് മൂന്ന് നേതാക്കളും മാറുന്നത് അത് കോൺഗ്രസിന് അത്ര ചേർന്നതല്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നത്.